നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. ഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണ്ണക്കട്ടികൾ കൊണ്ടുവന്നു തരും. തട്ടിപ്പ് നടത്തിയ KGF സ്വാമി അറസ്റ്റിൽ. തൃശൂർ പൂങ്കുന്നത്ത് ഒരു വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. നാടും നഗരവും കാൽപന്താവേശത്തിൽ. ജില്ലയിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് തൃശൂരിൽ. വാർത്തകൾ വിശദമായി അറിയാം. ഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണ്ണക്കട്ടികൾ കൊണ്ടുവന്നു തരും. തട്ടിപ്പ് നടത്തിയ KGF സ്വാമി അറസ്റ്റിൽ. വ്യാജ സ്വർണ്ണക്കട്ടി കേസിൽ പ്രതി KGF സ്വാമി അറസ്റ്റിൽ. പത്തനംതിട്ട മാധവമംഗലത്ത് ഷാജിയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് ജ്വല്ലറികളിലേക്ക് സ്വർണ്ണക്കട്ടികൾ തരാമെന്ന് പറഞ്ഞ് വ്യാജമായി വലിയ സ്വർണ്ണക്കട്ടികൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഇയാൾ മുൻപ് പാവത്തി സ്റ്റേഷനിൽ വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ്. പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നു. തൃശൂർ പൂങ്കുന്നത്ത് ഒരു വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. MG നഗറിലെ കാർത്തിക് എന്നയാളുടെ വീട്ടിലാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളിൽ നിന്നാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് 18 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. കാർത്തികിന്റെ പ്രായമായ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് വീട്ടിൽ താമസിക്കുന്നത്. പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്നേക് റെസ്ക്യൂവർമാർ എത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി കൊണ്ടുപോയി. വീടിന് സമീപത്ത് ധാരാളം പൊന്തക്കാടുകളും ഒരു തോടും ഉള്ളതിനാൽ ഇവിടെ നിന്നും പാമ്പ് എത്തിയതാവാം എന്നാണ് സംശയിക്കുന്നത്. വീട്ടുമുറ്റത്തെ പാതി തകർന്ന കോൺക്രീറ്റ് തറയ്ക്കുള്ളിലും പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാളെ തറ പൊളിച്ചു നീക്കുമെന്നും വീട്ടുടമ കാർത്തിക് പറഞ്ഞു. നാടും നഗരവും കാൽപന്ത ആവേശത്തിൽ. ജില്ലയിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ആരാധകർ പൂർത്തിയാക്കി കഴിഞ്ഞു. കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും താരങ്ങളുടെ കട്ടൌട്ടുകളുമാണ് ആദ്യം ലോകകപ്പിന്റെ വരവറിയിച്ചത്. പിന്നെ ഇഷ്ട ടീമുകളുടെ കൊടിതോരണങ്ങൾ നിറഞ്ഞു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, സ്പെയിൻ തുടങ്ങിയ ടീമുകൾക്കാണ് ആരാധകരേറെ. ടീം ജേഴ്സികളെല്ലാം ചൂടപ്പം പോലെ വിറ്റുപോയി. ആവേശത്തിന് വിസിൽ മുഴക്കി അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ തമ്മിലുള്ള മത്സരങ്ങളും ലോകകപ്പ് മാതൃകയിലുള്ള ചെറു ലീഗുകളും എല്ലാം അരങ്ങേറി. നൂറുകണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് കളി കാണാനുള്ള ബിഗ് സ്ക്രീനുകൾ പലയിടങ്ങളിലും തയ്യാറായി കഴിഞ്ഞു. കളി തുടങ്ങുന്നതോടെ വാദ്യമേളങ്ങളുമായി പാതിരാവിലും പ്രകമ്പനം കൊള്ളും ഈ താൽക്കാലിക ഗാലറികൾ. ചിലയിടങ്ങളിൽ കളി കാണാനെത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുന്ന ക്ലബ്ബുകളും ഉണ്ട്. വാതുവെപ്പുകാർക്കും കുറവില്ല. അവസാന നിമിഷം റോഡ് ഷോകളും ഘോഷയാത്രകളുമായി കളം നിറയ്ക്കുകയാണ് ആരാധകർ. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിൽ അറിയപ്പെടും. വരുമാനം, പ്രായം എന്നിവ കണക്കാക്കാതെ എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഈ പദ്ധതിക്ക് മാസം 65 മുതൽ 70 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന് വരും. ഒരു വർഷം 800 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് KSRTCക്ക് വരിക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനായി സർക്കാർ ഈ പണം കോർപ്പറേഷൻ അനുവദിക്കും. നിലവിൽ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായി സർക്കാർ ഇപ്പോൾ തന്നെ 1500 കോടി രൂപ നൽകുന്നുണ്ട്. KSRTCയോട് 6 മാസത്തിനുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരായണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. KSRTC മാനേജ്മെന്റ് ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗകര്യം നൽകാൻ തീരുമാനിച്ചത്. ഇത് വിലയിരുത്തിയ ശേഷം മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ്. മഴക്കാലത്ത് കാണാറുള്ള സാധാരണ വൈറൽ പനി കേസുകളാണ് ഭൂരിഭാഗവും. സംസ്ഥാനത്താകെ ഈ മാസം 72,328 പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധതരം ഇൻഫ്ലുവൻസ വൈറസുകളാണ് പകർച്ചപ്പനിക്ക് കാരണമാകുന്നത്. വായുവിലൂടെ പകരുന്നതിനാൽ ഇവ എളുപ്പം വ്യാപിക്കുന്നു. അഡീനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്നിവയും രോഗകാരിയാകാം. കുട്ടികളിലും പനി വ്യാപകമാണ്. സാധാരണ വൈറൽ പനിക്ക് പുറമെ ഡെങ്കിപ്പനി എല്ലാ ജില്ലകളിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 195 രൂപ കുറഞ്ഞ് ഗ്രാമിന് 13,350 രൂപ, പവന് 1,06,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. ഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണ്ണക്കട്ടികൾ കൊണ്ടുവന്നു തരും. തട്ടിപ്പ് നടത്തിയ KGO സ്വാമി അറസ്റ്റിൽ. തൃശൂർ പൂങ്കുന്നത്ത് ഒരു വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. നാടും നഗരവും കാൽപന്താവേശത്തിൽ. ജില്ലയിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് തൃശൂരിൽ. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.